സ്വരാജ് പരാജയപ്പെടുത്തല്ലോ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷ സർക്കാരിന് ഇനി ഒരു മൂന്നാം വരവ് സാധ്യമാണോ? നിലവിൽ ഇപ്പോൾ എന്താണ് ഒരു അന്തരീക്ഷം? ഇടതുപക്ഷ സർക്കാർ വരാൻ പാടില്ല എന്നുള്ളതിൻ്റെ വിധിയെഴുത്താണല്ലോ അവിടെ നടന്നത്. വർഗീയവാദം പാടില്ല, അത് അംഗീകരിക്കില്ല. അത് ഏതെങ്കിലും നിഷ്പക്ഷ കക്ഷികളെ വർഗീയവാദത്തിൻ്റെ പേരിൽ ഒറ്റപ്പെടുത്തി ആക്രമിച്ചാൽ അത് കേരളം അംഗീകരിക്കില്ല ഇല്ല എന്നുള്ളതിൻ്റെയും കൂടി ഒരു തെളിവായിരുന്നു നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ്. അതിന് ശക്തമായ മറുപടിയാണ് സ്വരാജിൻ്റെ തോൽവിയിലൂടെ പരാജയം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് UDF തന്നെ അധികാരത്തിൽ വരും. അതായത് നിലമ്പൂരിൽ സ്വരാജ് തെളിയിച്ചു കൊടുത്തു കഴിഞ്ഞു. UDF വരാനുള്ള വഴി ഗോവിന്ദനും പിണറായി വിജയനും ഒക്കെ കൂടി ചെയ്തു കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അടുത്തത് പരാജയപ്പെടാനുള്ള സാധ്യത നിലവിൽ കാണും. ഓക്കെ, താങ്ക് യു. യൂട്യൂബ് ചാനലാണ് കേട്ടോ. ഇക്കാരുടെ അഭിപ്രായം എന്താ? എന്റെ അഭിപ്രായം സെയിം അഭിപ്രായം തന്നെയാണ്. അപ്പം ഇടതുപക്ഷം ഇനി വരാൻ സാധ്യതയില്ല ഈ ഒരു സാഹചര്യത്തിൽ. ഒരു വിധത്തിലുമില്ല. ഇപ്പൊ UDF തിരിച്ചു വരും. UDF തിരിച്ചു വരും, അതിൽ സംശയമില്ല. ഇത്തരം വർഗീയ അജണ്ടകളിലൂടെ കടന്നു വരാൻ പാടില്ല. അത്തരം വർഗീയ അജണ്ട കേരളത്തിന്റെ അജണ്ടയല്ല. കേരളത്തിന്റെ അജണ്ട എന്ന് പറയുന്നത് ഇവിടുത്തെ വികസനവും ഇവിടുത്തെ മനുഷ്യരുടെ ജീവിതമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അത് നടപ്പിലാക്കുന്നതിന് പകരം അവരുടെ ഭരണവിരുദ്ധ അത് പുറത്തു കാണാതിരിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും സംഘടനകളെയൊക്കെ നാട്ടക്കുറയാക്കിക്കൊണ്ടുള്ള ഈ പ്രചരണം ഒരിക്കലും പ്രബുദ്ധ കേരളം അംഗീകരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ വർഗീയവാദം മുന്നിൽ വെച്ചുള്ള ഇലക്ഷൻ തന്ത്രം ഇടതുപക്ഷം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷം വരാതിരിക്കൽ തന്നെയാണ് വേണ്ടത്. അടുത്തവണ UDF കടന്നു വരണം.